അപ്പോൾ നമുക്ക് തുടങ്ങാം. നമസ്കാരം. നമുക്ക് ട്രേഡിംഗ് കോഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ നന്നായി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് കോഴ്സിൽ കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസിനെ കുറിച്ചും കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ ഒരു സ്ക്രീനിൽ ഞാനൊരു ചെറുതായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ദ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻ വിത്ത് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ ഏതൊരു സ്റ്റാർട്ടിങ്ങിനും നമ്മൾ വലിയൊരു മൈൽസിന്, അതായത് വലിയൊരു ഒരു സക്സസ്സിന് നമുക്കൊരു ചെറിയ സ്റ്റാർട്ടാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് കൂടിയാണ് അതൊരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ സക്സസ് മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ കയറി പോവുക. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഡിസിപ്ലിനോടുകൂടി നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഓരോ ദിവസവും ചെറിയ ചെറിയ സമയം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം പോവുകയാണ്. ട്രേഡിംഗ് കീ എലമെൻറ്റ്സ്, അതായത് എന്നെ അപേക്ഷിച്ചിടത്തോളം ഞാൻ ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ഞാൻ ട്രേഡിംഗ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് സക്സസ് ആണ് മൈൻഡ് സെറ്റ്. നമ്മുടെ സക്സസ്സിന് 90% ഞാൻ കൊടുക്കും. കാരണം മൈൻഡ് സെറ്റാണ് നമ്മുടെ പ്രോഫിറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് റിസ്ക് മാനേജ്മെൻറ്റാണ്. റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യണം. നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാം. ഇത് ഫസ്റ്റ് 1 month നമുക്ക് ഏകദേശം കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ പേപ്പർ ട്രേഡിംഗ് ആണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ ട്രേഡിങ്ങിലേക്ക് മാറും. മൂന്നാമത്തത് ടെക്നിക്കൽ അനാലിസിസും അതിൻ്റെ കൂടെ ഫണ്ടമെൻ്റൽ അനാലിസിസും. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ്ലി പറയുമ്പോൾ, അതായത് നമ്മൾ ഷോർട്ട് ഡ്യൂറേഷനിൽ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസിലാണ് നമ്മളിപ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച്, അതായത് ഇമോഷണൽ കോമ്പണൻ്റാണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് മെയിനായിട്ടും അനലൈസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ. അതായത് ഷോർട്ട് ടേം മാർക്കറ്റ് മൂവ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കൈൻഡ് ഓഫ്. അതായത് ടെക്നിക്കൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡിങ്ങിന്. അതായത് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻട്രി ആയാലും എക്സിറ്റ് ആയാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയാലും എല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഷോർട്ട് ടേം നമുക്ക് കുറച്ച് നമ്മുടെ ഈ ടെക്നിക്കാലിറ്റീസ്, നമ്മുടെ തിയറി നമ്മൾ പഠിച്ചു വെച്ച് നമ്മൾ ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് ഇമോഷണലി നമ്മൾ കൺട്രോൾ, ഒരു ഡൊമിനൻസ് നമുക്ക് മറ്റുള്ള ട്രേഡറിനെ കാളും നമുക്കൊരു ഇമോഷണൽ ഒരു ഡൊമിനൻസ് നമുക്ക് കൈവരിക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ട്രേഡ്സ് നമ്മൾ പലരും ഹോപ്പും ഫിയറും പല രീതിയിലുള്ള നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്സും, നമ്മുടെ ആങ്കർ ആയാലും റിവെഞ്ച് ആണെങ്കിലും പല രീതിയിലുള്ള നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അതായത് ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ട്രേഡിങ് ഭയങ്കര ഹെക്റ്റിക് ടാസ്ക്കാണ്. നമ്മൾ ചിലപ്പോൾ ഡിപ്രഷൻ, പല സ്റ്റേറ്റ് ഓഫ് മൈൻഡ്സിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ബുക്സ് ആണെങ്കിൽ, നമ്മുടെ കയ്യിൽ തിയറി സ്റ്റഡീസ് പ്രകാരം നമ്മൾ ആ ഡിസിപ്ലിൻ വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ കയ്യിൽ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമോഷണലി മോർ കൺട്രോൾ വെക്കാം. നമ്മുടെ പ്രോഫിറ്റിലാണെങ്കിൽ നമ്മുടെ ലോസിലാണെങ്കിൽ ഒരു കൺട്രോൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവില്ല. അദ്ദേഹം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൻ്റെ, അതായത് കാൻഡിൽ സ്റ്റിക്സ്, അതായത് നമ്മുടെ ആദ്യത്തെ ട്രേഡിങ് ഇതിനെക്കുറിച്ച്, അതായത് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഭാഷയാണ്. ഇതിൻ്റെ ഹിസ്റ്ററിയിലൊന്നും പോയി നമുക്ക് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. കാൻഡിൽ സ്റ്റിക്സ് നമ്മൾ പ്രൈസ് ബിഹേവിയറാണ് പറഞ്ഞു തരുന്നത്. കാൻഡിൽ സ്റ്റിക്സ് അതായത് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് സ്ട്രെങ്ത്. നോർമലി മാർക്കറ്റിൽ സാധാരണ ഫിസിക്കൽ മാർക്കറ്റ് പോലെ തന്നെയാണ് ഇവിടെ, പക്ഷേ ഒരു വിർച്വൽ ട്രേഡാണ് നടക്കുന്നത്. നമുക്ക് ഒന്നിലധികം കാൻഡിൽ സ്റ്റിക്സിനെ കമ്പൈൻ ചെയ്താൽ കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് നമുക്ക്. അതായത് നമുക്ക് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആയാലും ലാംഗ്വേജ് പോലെ മാർക്കറ്റ് നമുക്ക് പറഞ്ഞിരുന്നൊരു ലാംഗ്വേജാണ് കാൻഡിൽ സ്റ്റിക്സ്. അതായത് ഇതുവഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. അത് ഒരു മെത്തേഡാണിത്. പലതും നമുക്ക് മാർക്കറ്റ് ഇതിൽ വെളിപ്പെടുത്തരും. നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമാണ്. 2 കളർ ക്യാൻഡിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
അത് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അതായത് രണ്ട് ക്യാൻഡിലിൽ ഒന്ന് നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ എന്നും ഒന്നിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. അത് ഒന്ന് ഗ്രീൻ കളറും മറ്റൊന്ന് റെഡ് കളറിലും ആയിരിക്കും. അത് ബിയറിഷ് ക്യാൻഡിൽ റെഡ് കളറും ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീൻ കളറിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാൻഡിൽ സ്റ്റിക്സ് ടെർമിനോളജിയിൽ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ബോഡി, പിന്നെ രണ്ടാമത്തെ വിക്ക് ഓർ ഷാഡോ, മൂന്നാമത്തത് ഹൈ ആൻഡ് ലോ, നാലാമത്തത് ഓപ്പൺ ആൻഡ് ക്ലോസ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാർക്കറ്റ് ടെർമിനോളജി. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ നിന്നും ബിയറിഷ് ക്യാൻഡിൽ നിന്നും പറയുന്നത്. അതായത് ഇതാണ് ഇപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ബോഡി. പിന്നെ ഇപ്പോൾ വന്നത് വിക്ക്. ഓക്കെ, ഇതാണ് ഒരു റിയൽ ബോഡി. പിന്നെ ഇപ്പോൾ വന്നു വിക്ക്, ഇത് ഓപ്പൺ, അതായത് ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ, ഇത് ക്ലോസ്. അപ്പർ വിക്കിനെ നമ്മൾ ഹൈ അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ഇത് പറയാം. അപ്പോൾ ഈ ബോഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റേഞ്ച് ബിറ്റ്വീൻ സെഷൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസ്. അത് സെഷൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ് ആ റേഞ്ച്, അതായത് ഈ ഗ്രീൻ ബോഡി ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് വിക്കാണ്. വിക്ക് എന്ന് പറയുമ്പോൾ സെഷൻ പ്രൈസിൻ്റെ എക്സ്ട്രീം, അത് നമ്മളെടുക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ ആ ഡ്യൂറേഷനിൽ പ്രൈസിൻ്റെ എക്സ്ട്രീം എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ഷേഡോ അല്ലെങ്കിൽ വിക്ക് എന്ന് പറയുന്നത്. അപ്പർ ഷേഡോ അല്ലെങ്കിൽ ലോവർ ഷേഡോ എന്ന് പറയും. അതായത് ഇപ്പോൾ വിക്ക് എബവ് ഇല്ലെങ്കിൽ, അതായത് ബോഡിയുടെ എബവ് വിക്ക് ഇല്ലെങ്കിൽ നോർമലി അതിനെ പറയുന്നത് ഷേവൺ ഹെഡ് എന്നും, അതായത് ബോട്ടം വിക്ക് ഇല്ലെങ്കിൽ അതിനെ പറയുന്നത് ഷേവൺ ബോട്ടം എന്നാണ്. ഈ ടെർമിനോളജീസ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ അതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടറും, അതായത് പ്രൈസിൻ്റെ ബിഹേവിയറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് വിക്കില്ല, അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ളത്, നമുക്കൊരു കൺഫർമേഷൻ ആഡ് ചെയ്യാൻ നമുക്ക് ക്യാൻഡിലിൻ്റെ കൂടെ നമ്മൾ പല ടൈപ്പ് മെത്തേഡ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ക്യാൻഡിൽ നമുക്കൊരു കൺഫർമേഷനാണ് തരുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താണ് സെൻറ്റിമെൻറ്റ്സ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് മാർക്കറ്റ് പറയാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ബിയറിഷ് ക്യാൻഡിലാണ്, അതായത് ബിയറിഷ് ക്യാൻഡിലിൻ്റെ റെഡ്, അതായത് ബോഡി. ദിസ് വിൽ ബി, അതായത് നമുക്ക് ഈ മെത്തേഡ്സ് അതായത് പഠിക്കാം. അതായത് ഞാൻ അതിനെ പറഞ്ഞത് എങ്ങനെയാണ് ഈ ബിയറിഷ് ഫോം ചെയ്യുന്നത്. അതിന് മുമ്പേ നമുക്ക് എന്താ പറയുക, ബോഡി എന്ന് പറഞ്ഞത് നമ്മുടെ എന്താണ് പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ എസെൻസ് ആണ്, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ കളർ, അതായത് ബിയർ റെഡായിട്ടും ബുള്ളിഷ് ഗ്രീൻ ആയിട്ടും കാണിക്കുന്നത്, അതൊരു നമുക്കൊരു വിഷ്വൽ ക്ലൂ ആണ് തരുന്നത്, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ ഇതിന് ഇമ്പോർട്ടൻസ്. മീൻസ് നമുക്ക് ഒരു വിഷ്വൽ ക്ലൂ. പിന്നെ ഈ ടൈം ഫ്രെയിമിനനുസരിച്ച് നമുക്ക് മാറും. അപ്പോൾ ടൈം ഫ്രെയിമിൻ്റെ മേജറെന്നും മൈനറെന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻട്രാഡേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്കാൽപ്പിംഗ്. അങ്ങനെയുള്ള ടൈമൊക്കെ ചിലർ 1 മിനിറ്റ് യൂസ് ചെയ്യും, 2 മിനിറ്റ്സ് യൂസ് ചെയ്യും, 3 മിനിറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് യൂസ് ചെയ്യും. ലോങ് ടേം, അതായത് ഡേ ക്യാൻഡിൽസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടൈം ഫ്രെയിം ഈ ക്യാൻഡിൽസിന് അവർ 1 അവർ അല്ലെങ്കിൽ 4 hours, പിന്നെ അതിൽ മേജർ ടൈം ഫ്രെയിമോ 1 ഡേ അല്ലെങ്കിൽ മീൻസ് വീക്ക്ലി ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ടൈം ഫ്രെയിമിനനുസരിച്ച് എന്താണ് ക്യാൻഡിൽ ഫോർമേഷൻ ഡിഫറെൻ്റ് ആവും. ഇതിലിപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് കണ്ടോ, ഒന്ന് ഫസ്റ്റ് ബുള്ളിഷും മറ്റേത് ബിയറിഷുമാണ്. അതായത് ഓപ്പൺ ശ്രദ്ധിക്കൂ, രണ്ടിലും ഓപ്പൺ ശ്രദ്ധിക്കൂ. ഒന്നിൽ ഓപ്പണും മേലെയാണെങ്കിൽ ഒന്നിൽ ഓപ്പൺ താഴെയാണ്. അപ്പോൾ ഇതിൽ ഡിഫറൻസ് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് പാർട്ട് വൈസ് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഒന്ന് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഹൈയും ലോയും എക്സ്ട്രീം അത് ഓക്കെയാണ്, അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി എന്താണ് ഓപ്പൺ, അതായത് ബിയറിഷിൻ്റെ ഓപ്പണും ബുള്ളിഷിൻ്റെ ഓപ്പണും രണ്ടും വൈസ് വേഴ്സ, അതായത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ബുള്ളിഷിൻ്റെ ഓപ്പണാണ് ബിയറിഷിൻ്റെ ക്ലോസ്, ബിയറിഷിൻ്റെ ഓപ്പണാണ് ബുള്ളിഷിൻ്റെ ക്ലോസ്, രണ്ടും ഡിഫറെൻറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി ബിയറിഷ് ക്യാൻഡലിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പാർട്ട് വൈസ് ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. ഇതാ ഒന്ന് ഓപ്പൺ ആയിരിക്കുന്ന ക്യാൻഡിൽ, അതായത് ഫസ്റ്റ് ഫിഗർ ഓപ്പൺ ആയിരിക്കുകയാണ്. രണ്ടാമത് എന്ത് ചെയ്തു, അത് മേലോട്ട് പോയി, അതായത് ഓപ്പൺ ആയതിനു ശേഷം അത് മേലോട്ട് പോയി, അതായത് ഹൈ ഫോം ചെയ്തു. ഹൈ ഫോം ചെയ്തതിനു ശേഷം മൂന്നാമത്തെ ഫിഗർ അത് താഴോട്ട് വന്നു, ബോഡി ഫോം ചെയ്യാണ്. ഇപ്പോൾ ബോഡി ഫോം ചെയ്തു, പിന്നെയും കുറച്ച് താഴോട്ട് വന്നു, അതായത് ലോയും മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് പിന്നെയും മേലോട്ട് പോയി. അപ്പോൾ അതിനുശേഷം അവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത്.
ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്ലോസ്, അതായത് അഞ്ചാമത്തെ ഫിഗർ ക്ലോസ്, നാലാമത്തെ ഫിഗറിൽ ലോ അതായത് ലോവർ വിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ ഫിഗറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്ലോസ് ആയി. അപ്പോൾ ക്യാൻഡിൽ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. 5 മിനിറ്റിൽ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യും, 10 മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെ തന്നെ ഫോം ചെയ്യും, അരമണിക്കൂറിലും ക്യാൻഡിൽ ഇങ്ങനെ തന്നെ ഫോം ചെയ്യും. പക്ഷേ 5 മിനിറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കില്ല, അതേ സ്ഥലത്തായിരിക്കില്ല 15 മിനിറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. മീൻസ് അതിനനുസരിച്ച് ക്യാൻഡിലിൻ്റെ ആ ബോഡിയും വിക്കും വാരി ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്തിട്ട് ക്യാൻഡിലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ക്യാൻഡിലിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഓപ്പണും ക്ലോസും നോക്കുക, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്ത് നമ്മുടെ ക്യാൻഡിൽ ടൈപ്സാണ്. 2 ടൈപ്പ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ, ട്രെൻഡ് റിവേഴ്സൽ. ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിങ്ങിന് ഇതാണ് 2 ക്യാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ട്രെൻഡ് കണ്ടിന്യൂഷനും ട്രെൻഡ് റിവേഴ്സലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിൽ 2 എക്സാമ്പിൾ, അതായത് ഇന്ന് നമ്മൾ വെറും 2 ക്യാൻഡിലാണ് പഠിക്കപ്പെടുന്നത്. അതായത് ഒന്ന് ഹാമർ, രണ്ടാമത്തേത് ഹാങ്ങിങ് മാൻ. ഇത് രണ്ടും ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. അത് എങ്ങനെ നമ്മൾ അതായത് അപ്പ് ട്രെൻഡിൽ പോകുമ്പോൾ എങ്ങനെ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ ട്രേഡ് എവിടെ നിന്ന് എടുക്കാം, അത് എവിടെ നിന്നാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് ആവുന്നത്, എന്തുകൊണ്ടാണ് ക്യാൻഡിൽ സ്റ്റിക്സിൽ ഹാമർ ഫോം ആവുന്നത്. ഹാമർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചുറ്റിക, അതായത് ചുറ്റികയുടെ രൂപമാണ് അതിൽ കാണിക്കുന്നത്. അതിന് താഴെയുള്ള ആ കുട പോലെ, അതായത് അതിനെ നമുക്ക് അംബ്രല്ല ലൈൻസ് ആണ് പറയുക. ആ വര, അതായത് വിക്ക്, ലോവർ വിക്ക്, അതിനെ നമുക്ക് അംബ്രല്ല എന്ന് പറയാം. അതായത് ബോഡി എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി. എന്താണ് ഇതിൻ്റെ ബോഡി ലെസ്സർ ദെൻ ട്വൈസ് സൈസ് ഓഫ് ദി വിക്ക്. അതായത് നമ്മൾ 2:1 എന്ന് പറയാം. അതായത് 2 പോർഷൻ വിക്കും അത് അംബ്രല്ല ലൈൻസ്, ആ വരയില്ലേ, അതിനെ നമ്മൾ അംബ്രല്ല ലൈൻസ് എന്നാണ് പറയാം. പിന്നെ റിയൽ ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഹാമറിനെ എങ്ങനെ കൺസിഡർ ചെയ്യാൻ നോക്കാം. ഹാമർ എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നത് ഡൗൺ ട്രെൻഡിൽ എവിടെയാണോ ഹാമർ ഫോർമേഷൻ ആവുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു സ്പെഷ്യൽ സപ്പോർട്ട് സോണായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ കേസ് അതുമായിട്ട് എവിടെയെങ്കിലും നമ്മൾ സപ്ലൈ ഡിമാൻഡ് സോൺ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, വേറെ അത് വിട്, അത് സൈഡിൽ വെക്കാം. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ആ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ക്യാൻഡിലിൻ്റെ അംബ്രല്ല ലൈൻസ്, അതായത് അംബ്രല്ല ലൈൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം, ലോവർ വിക്ക് അല്ലെങ്കിൽ ലോ അതായത് നമ്മൾ ലോ എന്ന് പറയുന്ന പോർഷൻസ്, ഞാൻ അതിൻ്റെ എങ്ങനെയാണ് എവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇമേജായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എക്സാമ്പിൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, റിയൽ ബോഡി ഈസ് അപ്പ് എൻഡ് ഓഫ് ട്രേഡിംഗ് റേഞ്ച്, അതായത് ആ റേഞ്ചിൻ്റെ ബോഡി നമ്മൾ എന്താണ് ഹൈ വന്നിരിക്കുന്നത് അതിൻ്റെ പുറത്തായിരിക്കണം, ഔട്ട് സൈഡ് ആയിരിക്കണം. രണ്ടാമത്തെന്ന് പറയുന്നത് കളർ ഓഫ് ദി ബോഡി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതായത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല, ബോഡിയുടെ കളർ ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് കളറ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കാരണം അത് ബുള്ളിഷാണോ ബിയറിഷാണോ നമ്മൾ നോക്കേണ്ട ആവശ്യം. അതായത് ഡൗൺ ട്രെൻഡിൽ ഹാമർ ഫോം ചെയ്യുമ്പോൾ അതിനെ ബുള്ളിഷാണോ ബിയറിഷാണോ നോക്കാൻ നമ്മൾ ക്യാൻഡിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ അത് നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് വിക്ക് ഷുഡ് ബി ട്വൈസ് ഓഫ് ദി ബോഡി എന്നാണ്. അത് ട്വൈസ് ഓഫ് ദി ബോഡിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ മെൻഷൻ ചെയ്തല്ലോ. പിന്നെ വെരി ഷോർട്ട് ഓർ നോ അപ്പർ ഷേഡോ, അതായത് ബോഡിയുടെ മേലെയുള്ള ഷോട്ട് ചെറിയ അതായിരിക്കണം. കാരണം അതൊരു സെൻറ്റിമെൻ്റാണ് കാണിക്കുന്നത്. ഇൻ കേസ് സെല്ലേഴ്സ് കൂടുതലാണെങ്കിൽ അത് ആ മാർക്കറ്റ് പിന്നെയും ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ ഫോം ചെയ്യാനുള്ള കൂടുതലാണ്. അപ്പോൾ ഇൻ കേസ് വിക്ക് ഫോം ചെയ്യുന്നർത്ഥം സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടുന്നുണ്ടെന്നാണ്. മനസ്സിലായല്ലോ. ഇത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് ആവുന്നത്. നമുക്കിത് വെച്ച് കൺഫേം ചെയ്യാം. ഇപ്പം കണ്ടോ, ഹാമർ വിത്ത് ലോങ് ലോവർ ഷാഡോ, ഇതിനർത്ഥം എന്താണ്, ഇവിടെ ഈ ഷാഡോ ഫോം ചെയ്തതിനർത്ഥം ഈ ഡിക്ലൈനിങ് ട്രെൻഡ്, അതായത് ഡൗൺ ട്രെൻഡിൽ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് അവിടെ വെച്ച് തീരുകയാണ്, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിക്ക് ഇത്ര വലിയ വിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇനി താഴോട്ടേക്ക് പ്രസ് ചെയ്യാനുള്ള സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു എന്നാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഹാമറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എബവ്, അതായത് ഈ എൻട്രി ലെവൽ, അത് നമുക്ക് കുറച്ച് കൺഫേം ചെയ്ത് പറയാം, ക്ലിയർ ചെയ്യും, മനസ്സിലാവും എങ്ങനെയാണ് കൺഫർമേഷൻ ഓഫ് പ്രൈസ് ലെവൽ അപ്പ് സൈഡാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് എൻട്രി നോർമൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ഇതൊക്കെ നോർമലി ബുക്കിഷ് തിങ്സാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇനിയും കുറേ ചേഞ്ചസ് വരുന്നു കേട്ടോ. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ബുക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, അതായത് നോർമൽ ആൾക്കാർ എങ്ങനെ എടുക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത്
ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം കണ്ടോ അതിൻ്റെ എൻട്രി ലെവൽ ഹാമറിൻ്റെ ആ റിയൽ ബോഡിൻ്റെ മേലെയാണ് എൻട്രി, സ്റ്റോപ്പ് ലോസ് വന്നിരിക്കുന്നത് ആ വിക്കിൻ്റെ താഴെ. അപ്പോൾ ഇതാണ് എൻട്രി ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ക്ലിയർ പിക്ചർ തന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ നല്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഹാമറിൻ്റെ മനസ്സിലായി കാണും. ഇത് ഞാൻ 2 പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഹാമറും ഹാങ്ങിങ് മാനും തമ്മിൽ ഡിഫറൻസ് എന്നാണ്. ഹാമർ ഒരേപോലെ തന്നെയാണ്, ഒരേ സ്ട്രക്ചറാണ് ചുറ്റികയുടെ ആകൃതിയിൽ. അത് ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ ഹാമറെന്നും അപ്പ് ട്രെൻഡിൽ വരുമ്പോൾ ഹാങ്ങിങ് മാൻ എന്നും നമ്മൾ പറയും. പക്ഷേ ഹാമറിനാണ് നമുക്ക് കൂടുതൽ നമ്മൾ വില കൊടുക്കുക, മീൻസ് വാല്യൂ കൂടുതൽ കൊടുക്കുന്നത് ഹാമറിനാണ്. ഹാങ്ങിങ് മാനിന് കുറച്ചുകൂടെ നല്ല കൺഫർമേഷൻ വന്നാൽ മാത്രമേ നമ്മൾ സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഹാങ്ങിങ് പാറ്റേണിൻ്റെ ഒരു എക്സാമ്പിൾ. ഞാൻ കണ്ടോ ഹാങ്ങിങ് പാറ്റേണിൽ ഹാങ്ങിങ് മാന് ബുള്ളിഷ് ട്രെൻഡ് വന്നു, അത് ഫോളോഡ് ബൈ ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ, അതായത് സെയിം ഹാമർ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഹാങ്ങിങ് മാൻ്റെ എവിടെ നിന്ന് ട്രേഡ് എടുക്കണം അതൊക്കെ നമ്മൾ പറയും. ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ട്രേഡ്സ് എങ്ങനെ എടുക്കണം എന്നൊക്കെ നമ്മൾ മെയിനായിട്ട് ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെക്കാം. ആദ്യം നമുക്ക് HDFC ബാങ്കിൻ്റെ ഒരു അതായത് നാളത്തെ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഫോം ചെയ്ത ക്യാൻഡിൽസാണ് കാണുന്നത്. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ അകത്ത് 1632 ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ, അത് എന്താണ് ഒരു ഹാമറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹാമറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി പാറ്റേൺ നമ്മൾ അത് ലൈവായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഹാമറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നാളത്തെ മാർക്കറ്റ്, അതായത് 18-ാം തീയതിത്തെ മാർക്കറ്റ് 17-ാം തീയതിത്തെ മാർക്കറ്റ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കണം. രണ്ടാമത്തത് NMDCയിൽ കണ്ടോ, അതും ഒരു ഹാമറാണ്. അപ്പോൾ 217. അപ്പോൾ അതും നാളെ എന്താണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ എന്ത് ചെയ്തു, ബുള്ളിഷ് ഹാമർ, അതായത് ട്രെൻഡ് ഡിക്ലൈനിങ് ആണ്, ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡിൽ ഹാമർ കിട്ടി. മൂന്നാമത്തത് എന്താണ്, ബർഗർ പെയിൻ്റാണ്. ബർഗർ പെയിൻറ്റിൽ അപ്പ് ട്രെൻഡാണ്, ഡേ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ അപ്പ് ട്രെൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഫോം ചെയ്തിരിക്കുന്നുണ്ടോ, അതായത് 549.9 അതാണ് ലാസ്റ്റ് റേഞ്ച് കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് ഹാങ്ങിങ് മാനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കാം നമുക്ക് ബർഗർ പെയിൻറ്റ് കേട്ടോ. ഇത് ഒബ്സർവേഷനിലിടണം, കാരണം ഓഗസ്റ്റ് 16 വരെയുള്ള വേണ്ടിയിട്ടിരിക്കുന്നത്. നാളെ എന്താവുമെന്ന് നമുക്ക് ഈ ടൈം ഫ്രെയിം വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഓട്ടോ ഫാർമയാണ് നെക്സ്റ്റ്. ഓട്ടോ ഫാർമയിലും സെയിം അപ്പ് ട്രെൻഡിലാണ് പോയിരിക്കുന്നത്. മേജർ ടൈം ഫ്രെയിം അപ്പ് ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ട്രെൻഡ് റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അടുത്തത് 6 പവറാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതും ഒരു ഹാമർ ഫോർമേഷനാണ്, ഹാമർ. അപ്പോൾ ഇതും ഒബ്സർവേഷൻ മോഡിൽ ഇട്ടിരിക്കാം, കാരണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. അപ്പോൾ നമ്മൾ രണ്ട് ക്യാൻഡിൽസ്റ്റിക്സിനെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിൽസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ, ബിഹേവിയർ, പ്രൈസ് മൂവ്മെൻ്റ് ആണ് അത് മനസ്സിലാക്കിയിരിക്കണം. ട്രേഡ് എടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റും. കുറച്ചുകൂടി ക്യാൻഡിൽസ്റ്റിക്സുമായിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്യാൻഡിൽസ്റ്റിക്സ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്ത് നമുക്ക് വേറെ കൺഫർമേഷൻസ് കിട്ടുമ്പോൾ നമുക്കൊരു ആഡ് ഓൺ ആണ് ഈ ക്യാൻഡിൽസ്റ്റിക്സ്. അപ്പോൾ ഹാമറിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ വാലിഡ് ഇൻ ഷോർട്ട് ടേം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹാമർ എടുക്കാൻ പറ്റും. ടൈം ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് ടൈം ഫ്രെയിം ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ടേം, അത് ടൈം ഫ്രെയിം മാറ്റർ ചെയ്തില്ല. നമുക്ക് കൺഫർമേഷൻ, വേറൊരു കൺഫർമേഷൻ നെസസറിയും ഇല്ല. അത് കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. സ്കാൽപ്പിംഗ് ആണെങ്കിലും പല മെത്തേഡ്സും നമുക്ക് ഈ ഹാമർ വെച്ച് കമ്പൈൻ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഹാങ്ങിങ് മാൻ. ഓൾ ടൈം ഹൈ ഓർ എക്സ്റ്റെൻഡഡ് റാലിയിൽ മാത്രമേ നമുക്ക് ഹാങ്ങിങ് മാനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഹാങ്ങിങ് മാൻ ഒരു വലിയ റാലിക്ക് ശേഷം മാത്രമേ നമുക്ക് ഹാങ്ങിങ് മാനെ, അതായത് മേജർ ടൈമിൽ, അല്ലാതെ മൈനർ ടൈമിൽ നമുക്ക് ഹാങ്ങിങ് മാനെ നമുക്ക് ട്രേഡ് എടുക്കാൻ ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു, 2 ക്യാൻഡലിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം റിസ്ക് റിവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾവേസ് ടേക്ക് റിസ്ക് വിത്ത് പ്രോപ്പർ റിവാർഡ് സെറ്റപ്പ്. അതായത് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ 1 ആണെങ്കിൽ നമ്മുടെ റിവാർഡ് മിനിമം 1:2 ആയിരിക്കണം. പക്ഷേ നമ്മുടെ റിവാർഡ്സ് 1:2 ഒന്നുമല്ല, 1:5+ ആയിരിക്കും, 1:10, 1:20 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്ര റിവാർഡ്സ് കിട്ടിയാൽ മാത്രം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 2-3 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലാഭം അതിലൂടെ കവറാകും.
അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പതിയെ തുടങ്ങാം. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എൻ്റെയും എഡിറ്റിങ്ങിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് സജഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നമുക്ക് എന്താണ് ഗ്രൂപ്പിൽ ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ 4-5 ട്രേഡ്സ്, പേപ്പർ ട്രേഡ്സ്, അതായത് ട്രേഡ്സ് ഞാൻ ഉദ്ദേശിച്ച് പേപ്പർ ട്രേഡ്സ് എടുക്കുക. എന്നിട്ട് ലൈവായിട്ട് ചെയ്തിട്ട് എന്ത് ബേസിലാണ് എടുത്തത്, അതായത് എൻട്രി ലെവൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹാമറിൽ എങ്ങനെ എൻട്രി എടുക്കണം. തൽക്കാലം ഹാങ്ങിങ് മാൻ അവിടെ സൈഡിൽ വെക്കുക. ഹാങ്ങിങ് മാൻ നോക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ക്രൂഡ് ഓയിലായാലും ഫോറക്സിലായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലായാലും എല്ലാത്തിലും ഇക്വിറ്റിയിലും എല്ലാത്തിലും മാർക്ക് ചെയ്യുക. ഫോറക്സിൽ മാർക്ക് ചെയ്യുക, ഇക്വിറ്റിയിൽ മാർക്ക് ചെയ്യുക. പിന്നുള്ളത് എന്താണ് ഇൻഡെക്സിൽ മാർക്ക് ചെയ്യുക. ഈ 4 മാർക്ക് ചെയ്തിട്ട് ഓരോന്നും, അതായത് കൊമോഡിറ്റി, ഇൻഡെക്സ്, ഇക്വിറ്റി, പിന്നെന്താണ് ഫോറക്സ്, ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഓരോന്നും ഹോംവർക്ക് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാമർ, ഒരു ഹാങ്ങിങ് മാൻ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ്. ഹാമർ എന്തായാലും കിട്ടും. ഹാമറിനെ നോക്കിക്കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അയക്കുക. ഡിഫറെൻറ്റ് ടൈം ഫ്രെയിം വേണം കേട്ടോ. അതായത് ഒന്ന് 5 മിനിറ്റ്സ്, ഒന്ന് 15 മിനിറ്റ്സ്, ഒന്ന് 1 അവർ, ഒന്ന് 1 ഡേ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് എല്ലാത്തിലും നോക്കാം. കാരണം മാച്ച് ചെയ്യുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കഷൻ ഇതിൽ ചെയ്യണം. അപ്പോൾ മറക്കരുത്, എക്സാമ്പിൾ എന്തായാലും നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം. നമുക്കപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. താങ്ക്സ് എ ലോട്ട്.